ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു പരിപാടിയാണ് കേട്ടോ. വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു എളുപ്പത്തിലൊരു കറിയാണ് കേട്ടോ. അടിപൊളി കറിയാണ്, തേങ്ങയില്ലാത്തൊരു കറി. അപ്പോൾ അതെങ്ങനെ വെക്കാൻ നോക്കുക. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക കേട്ടോ. ഒന്നും പറയാം. അങ്ങനെ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വെണ്ടയ്ക്ക നന്നായി കഴുകിയതാണ്, മുറിച്ചെടുക്കട്ടെ. മുറിക്കുമ്പോൾ നേരെ നോക്കണം, പുഴു ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നോമ്പായി വരും. അച്ഛൻ മുറിക്കാത്ത എന്നെ പറയണ്ട, എന്നെ പറയണ്ട. ഞാനല്ല ഇവിടുത്തെ എല്ലാം തോന്നുന്നു. അവിടെ നിന്ന് വരുമ്പോഴാണ് പറ്റുമോ? മൂത്തിട്ടൊന്നുമില്ല തോന്നുന്നു. കാണുമ്പോൾ മൂത്ത പോലെ മൂത്തിട്ടില്ലാന്ന് പറഞ്ഞത് ചുളിവില്ലേ. മുറിക്കുമ്പോൾ എങ്ങനെയുണ്ട്? മുറിക്കുമ്പോൾ കുഴപ്പമില്ല. ഞാൻ വെണ്ടയ്ക്കൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് വെണ്ടയ്ക്ക കറി വയ്ക്കാം. ഒരു 1/4 കിലോ വെണ്ടയ്ക്കുണ്ട്. ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എണ്ണയൊന്നും വേണ്ട, എണ്ണയില്ലാണ്ട് വറുത്തെടുക്കാം. വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചില്ല വല്ല വെണ്ടയ്ക്കയിൽ. ഇത് വഴുവഴുപ്പ് നന്നായി പോട്ടെ. വെണ്ടയ്ക്കൻ്റെ വഴുവഴുപ്പൊക്കെ പോയിട്ടാണ് നന്നായി വാടി വന്നു. ഇവിടെ ഇരിക്കട്ടെ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായി. ഇതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടാവട്ടെ. തമിഴ്നാട് സ്റ്റൈൽ കറിയാണ്, കാരക്കുഴമ്പാണ്. എണ്ണ ചൂടായി. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇവിടെ കടുക് വളരെ ചെറുത്. സൂപ്പർ മാർക്കറ്റില്ല 1/4 ടീസ്പൂൺ ഉലുവാട്ടെ. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഒരു തമിഴ്നാട് സ്റ്റൈൽ കറിയാണ്. 2 വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളി. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ മൂത്ത് വന്നു. അതിലേക്ക് ഒരു വലിയ തക്കാളി. ഈ തക്കാളി ഒന്ന് നന്നായി വഴണ്ട് വരട്ടെ. തക്കാളി വഴണ്ട് വന്നു. ഈ പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവില്ല മുളക് പൊടി. 1 2 ഒരു 3 ടീസ്പൂണ് സാമ്പാർ പൊടി. സാമ്പാർ പൊടി കുറച്ച് കൂടുതൽ വേണം. പച്ചമുളകൊക്കെ പോട്ടെ. നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഇട്ട. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. ചാറ് തിളച്ചു. ഇനി വറുത്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക.
ഒന്നും കൂടി വേകട്ടെ. നമ്മുടെ വെണ്ടയ്ക്കാക്കറി റെഡി ആയിട്ടാ. നന്നായി വന്നു. നീ താളിക്കണ്ട, താളിച്ചതാണ്. തേങ്ങയില്ലാത്ത നല്ല കൊഴുപ്പോട് കൂടിയുള്ള കറിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇത് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അടിപൊളി കറിയാണ്. ബീറ്റ്റൂട്ട് ഉപ്പേരി വെക്കണ്ടാ. ഒരാഴ്ച കൊണ്ടുവന്നിട്ട് ചുമന്നുള്ള ബീറ്റ്റൂട്ട്. ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ കിടന്ന് വേകട്ടെ. അത് ചോറ് വന്നൂട്ടോ. നല്ല മട്ട അരിട്ടോ, നല്ല വെളുത്ത അരി. റേഷൻ കടിത്ത പ്രാവശ്യം കിട്ടിയ അരി സൂപ്പർ അരിയാണ്. ചില സമയത്ത് നന്നായിരിക്കില്ല. 2 പ്രാവശ്യം കിട്ടുന്നു. ഈ മാസം പോയിട്ടുമില്ല. നവംബർ ഡിസംബർ നല്ല അരിയായിരുന്നു. കിട്ടുന്നത് എങ്ങനെയാണോ? ചോറ് നോക്കിയെടുക്കട്ടെ. നമ്മുടെ ഉപ്പേര് റെഡി ആയിട്ടാ. ഇന്നൊക്കെ തേങ്ങയില്ലാത്ത കറിയാണ്. നിറയെ ഇരുമ്പമ്പുളി പൂത്തിട്ടുണ്ടല്ലേ. കുറേ വള്ളികളും കുറേ കൊമ്പും ഉണ്ട് നിറച്ച്. കോവയ്ക്ക നമുക്ക് നിറച്ച് പൂത്തിരിക്കണേ. ഇപ്പോൾ ഒരു ലോഡ് കഴിഞ്ഞുള്ളൂ. ഉണ്ടോ? നിറച്ച് പുളിയുണ്ട് കേട്ടോ. നമുക്കിഷ്ടമല്ല കേട്ടോ. അത് എപ്പോഴെങ്കിലും രണ്ടെണ്ണം വേണ്ടോ? ഒക്കെ ഇരുമ്പുളിയാണ്. എന്താ ഇതിലങ്ങനെ കൈ വരും. തൂങ്ങി കിടക്കുന്നുണ്ടോ? ഒക്കെ ഉണങ്ങിയതാണ്. അന്ന് തീയിട്ടപ്പോ തീയേ ആളി കത്തി. പിന്നെ അത് നോക്ക്. എന്താ എത്രയാണ് തൂങ്ങി നിറച്ച് ഉണങ്ങി കിടക്കുക. കുടിച്ചിട്ട് അവിടെ തന്നെ ഇട്ടാൽ മതി. വാഴകൾ കാറ്റത്തൊക്കെ ഒടിഞ്ഞു. പാമ്പുണ്ടാവും ചേട്ടാ. അതിലൊന്നും പോയി പിടിക്കല്ലേ. എങ്ങനെയുണ്ട് കറി? നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം. ഇത് റാഗി കുറുക്കാണ് കേട്ടോ ഏട്ടൻ കഴിക്കുന്നത്. ഉണ്ണി ചോറ് ഏട്ടൻ റാഗി കുറുക്ക്. സൂപ്പർ വെണ്ടയ്ക്ക കറി. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക്